നിരോധനം അവസാനിക്കാറായിട്ടും അറ്റകുറ്റപ്പണികൾ പോലും നടത്താനാവാതെ മത്സ്യത്തൊഴിലാളികൾ. ബോട്ടുകളുടെ അറ്റകുറ്റപ്പണി നടത്താനുള്ള പണം പോലും കണ്ടെത്താനാവാതെ ദുരിതത്തിലാണ് മലപ്പുറം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾ. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ചാകരക്കോളുകൾ തേടി മത്സ്യബന്ധന ബോട്ടുകൾ വീണ്ടും കടലിലേക്കിറങ്ങാൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായുള്ള ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ട്രോളിംഗ് നിരോധന കാലയളവ് തീരദേശത്തെ സംബന്ധിച്ച ബോട്ടുകളുടെ കേടുപാടുകൾ തീർക്കുകയും നവീകരണ പ്രവർത്തനങ്ങൾക്കുമുള്ള സമയമാണ്. മുൻ വർഷങ്ങളിൽ വൻ തുക മുടക്കിയാണ് ബോട്ടുകൾ മിക്കതും അറ്റകുറ്റപ്പണികൾ തീർത്തിരുന്നത്. കടം വാങ്ങിയും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തുമാണ് ബോട്ടുകൾ നവീകരണ പ്രവർത്തനങ്ങൾക്കുള്ള പണം കണ്ടെത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ സീസണിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ബോട്ടുകളുടമകൾക്കുണ്ടായത്. കൂടാതെ ഫിഷറീസ് വകുപ്പ് ഭീമമായ പിഴ ചുമത്തുന്നതും പ്രതിസന്ധിക്ക് ഇടയാക്കി. പ്രതിസന്ധികൾക്കിടെ പണം കണ്ടെത്താനാവാതെ അറ്റകുറ്റപ്പണികൾ നടത്താനാവാത്ത സ്ഥിതിയിലാണിവർ. ട്രോളിംഗ് നിരോധനത്തിന് മുമ്പ് തന്നെ ആഴ്ചകളോളം കടലിലിറങ്ങാനും കഴിഞ്ഞിരുന്നില്ല. മുൻ വർഷങ്ങളിൽ ഇതര ജില്ലകളിൽ നിന്നും വിദഗ്ധരായ തൊഴിലാളികളെ എത്തിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നത്. എന്നാൽ വലിയ തുക നൽകി തൊഴിലാളികളെ എത്തിക്കാനാവാത്ത സാഹചര്യവും തിരിച്ചടിയാകുന്നുണ്ട്. ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ പോലും അനിശ്ചിതത്വത്തിലായതോടെ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞാലും എങ്ങനെ കടലിലിറങ്ങാനാവുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അതേസമയം കൂടുതൽ കേടുപാടുകൾ സംഭവിച്ച ചില ബോട്ടുകൾ താൽക്കാലിക നവീകരണ പ്രവൃത്തികൾ നടത്തുന്നുണ്ട്. NCV ന്യൂസ് പൊന്നാനി. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.